തെരച്ചിൽ നടത്തുന്ന സമീർ ബിൻ കരീം തിരൂർ സ്റ്റേഷനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. സമീർ, അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്താൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? ഈ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലും RPFിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. കണ്ണൂരിൽ നിന്നും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരൂരിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ RPFിന്റെ കൺട്രോൾ റൂമിലാണുള്ളത്. ഇവിടെ CCTV ഒക്കെ തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. പുറത്ത് ട്രെയിനിലും പ്ലാറ്റ്ഫോമിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ RPF SI ഇൻചാർജ് ഹരിഹരൻ നമ്മോടൊപ്പം ചേരുകയാണ്. തിരച്ചിൽ തിരൂരിലും നടത്തുന്നുണ്ടല്ലേ? തിരച്ചിൽ തിരൂർ പ്ലാറ്റ്ഫോമിലും പരിസരങ്ങളിലും ട്രെയിനുകളിലും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വീണ്ടും നമ്മൾ എല്ലാ ട്രെയിനുകളിലും പരിശോധന നടത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ CCTV ആണ് പരിശോധിക്കുന്നതല്ലേ? പരിശോധിക്കുന്നത് CCTV പരിശോധിക്കുന്നുണ്ട്. ഇനി തുടർച്ചയായി പരിശോധിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും റിസൾട്ട് കിട്ടുന്നവരേക്കും നമ്മൾ മാക്സിമം നോക്കിക്കൊണ്ടേയിരിക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് പ്ലാറ്റ്ഫോമിലും ട്രെയിനിലും പരിശോധന നടക്കുന്നുണ്ടോ? ട്രെയിനിലും പരിശോധന നടത്താൻ വേണ്ടി ഡ്യൂട്ടി സ്റ്റാഫിനോട് നിർദ്ദേശം കൊടുത്തു. SKN മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നുമൊക്കെ ട്രെയിൻ കയറി ഗോവിന്ദചാമി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് എത്താനുള്ളൊരു സാധ്യത കണക്കിലെടുത്താണ് RPF ഇവിടെയും വിപുലമായ തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ രാത്രി മുഴുവനായുള്ള ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ RPF പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സംശയാസ്പദമായ ഒന്നും തന്നെ ഈ CCTVയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് RPF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല പുറത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ അതോടൊപ്പം തന്നെ ഈ എത്തുന്ന ട്രെയിനുകളിലും ഒക്കെ തന്നെ കയറിക്കൊണ്ടും RPF വളരെ വിപുലമായ പരിശോധനയാണ് നടത്തുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും പരിശോധന നടക്കുകയാണ്. പോലീസിനും സമാനമായ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെയും ഊർജിതമായ പരിശോധന തുടരുകയാണ്. SKN.